ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ഭാരതപ്പുഴയുടെ ചെറുതുരുത്തി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 4 ജീവനുകളാണ് നഷ്ടമായത്. വെള്ളം കുറഞ്ഞാലും ഭാരതപ്പുഴയിലെ പലയിടത്തും ചതിക്കുഴികളും ചുഴികളും പതിയിരിപ്പുണ്ട്. ഈ അവസ്ഥയിലുള്ള ഭാരതപ്പുഴയിലാണ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി കുട്ടികൾ അടക്കമുള്ളവരുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച നിള ബോട്ട് ക്ലബ്ബ് ചെറുതുരുത്തി പുഴയോരത്ത് പ്രവർത്തിച്ചു വരുന്നത്. ചട്ടം ലംഘിച്ചു പ്രവർത്തിക്കുന്നു എന്നുള്ളത് രേഖകളിൽ നിന്നു തന്നെ വ്യക്തമാണ്. അനധികൃത ബോട്ടിംഗ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡിസംബർ 30-ാം തീയതി നിള ബോട്ട് ക്ലബിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ജലയാത്ര അന്നു മുതൽ ഇന്നുവരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുഴയിൽ മാത്രമല്ല കരയിലുമുണ്ട് നിള ബോട്ട് ക്ലബിന്റെ നിലയ്ക്കാത്ത നിയമലംഘനങ്ങൾ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമലംഘനം, അനധികൃത നിർമ്മാണം, കൂടാതെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ തോട് പുറമ്പോക്ക് കയ്യേറ്റം തുടങ്ങി നിള ബോട്ട് ക്ലബ്ബ് അടിമുടി നിയമലംഘന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരു അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആയതുകൊണ്ട് ഉന്നത അധികാരികൾക്കൊക്കെ ഇതിൽ പങ്കുണ്ട്. ഇവിടുത്തെ പോലീസിന്, റവന്യൂവിനും, കൃഷി വകുപ്പിനും, പഞ്ചായത്തിനും ഒക്കെ തന്നെ ഇത് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ട്. എന്നിട്ടും അവരും മൗനം പാലിക്കുകയാണ്. അത് വളരെ വേദനാജനകവും നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം സാമ്പത്തികമായി പണമുള്ളവനും എന്തിനും നേരിടാൻ കഴിവുള്ളവനും ഈ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളൊരു അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഈ വരുന്ന വേനൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവും. കാരണം അവിടെ നിലം വല്ലാതെ കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മണ്ണിട്ടിട്ട് നികത്തപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾക്കൊക്കെ വളരെ ഭീഷണിയാവുന്നൊരു കാര്യമാണ്. ഇതിൽ അടിയന്തിരമായിട്ട് ഉന്നതാധികാരികളുടെ ശ്രദ്ധ പതിയണം. ഇതിൽ കാര്യമായിട്ട് ഉന്നതാധികാരികൾ ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കടുത്ത നിയമലംഘനങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് CPIM ഭരിക്കുന്ന വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തും ഉദ്യോഗസ്ഥരും. പ്രതികരിക്കേണ്ട കോൺഗ്രസും BJPയും മറ്റു സംഘടനകളും സംഘം ചേർന്ന മൗനവ്രതത്തിലുമാണ്. ഈ പച്ചയായ നിയമലംഘനത്തിന് യുവജന പ്രസ്ഥാനങ്ങളുടെ ആർജവവും ഇവിടെ കാണാനില്ല. സാധാരണക്കാരൻ 4 സെന്റിൽ ഒരു കൂര പണിയാൻ നിയമാവലികളാൽ നിരവധി ഓഫീസുകൾ കയറിയിറങ്ങുമ്പോഴാണ് പണത്തിന്റെയും പാർട്ടികളുടെയും ബലത്തിൽ സർക്കാർ സംവിധാനങ്ങൾ നൽകിയ സ്റ്റോപ്പ് മെമ്മോ പോലും അവഗണിച്ച ചെറുതുരുത്തിയിലെ നിള ബോട്ട് ക്ലബ്ബ് നിയമലംഘനങ്ങളാൽ നിറഞ്ഞാടുന്നത്, അതും പൊതുജനങ്ങളുടെ ജീവിതം കയ്യിൽ പിടിച്ച്. ക്യാമറ പേഴ്സൺ ഹാരിസിനൊപ്പം PV സമീർ, റൈറ്റ് വിഷൻ ന്യൂസ്.